കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തി ചാനലുകളിൽ ചർച്ചകൾ പുതിയ തലത്തിലെത്തിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ ആളും ആരവവുമില്ലാതെ മടങ്ങി. വൃക്കരോഗത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് അന്ത്യമുണ്ടായത്. നെയ്യാറ്റിൻകര തിരുപ്പുറം മാങ്കൂട്ടം പടിപ്പുര വീട്ടിലാണ് താമസിച്ചിരുന്നത്. ദിലീപിനെതിരായ വെളിപ്പെടുത്തൽ ചർച്ചകൾക്കിടയിലാണ് മരണമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ചിത്രം സംവിധാനം ചെയ്ത ഈ സിനിമാക്കാരന്റെ മരണത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ ലോകത്തെ അതിപ്രമുഖരൊന്നും എത്തിയില്ല. ദിലീപിനോട് സ്നേഹമുള്ള ചലച്ചിത്ര സംഘടനകളും ഈ സംവിധായകനെ ബഹിഷ്കരിച്ചിരുന്നു. അങ്ങനെ ബഹളമില്ലാതെ ബാലചന്ദ്രകുമാർ മടങ്ങി. സംവിധായകൻ രാജസേനന്റെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ സംവിധായ സഹായിയായാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം എത്തിയത്. പിന്നീട് 2013 ആസിഫ് അലിയെ നായകനാക്കി കൗബോയ് എന്ന ചിത്രം ഒരുക്കി സ്വതന്ത്ര സംവിധായകനായി. ദിലീപിനെ നായകനാക്കി പിക്ക് പോക്കറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം താരവുമായി അടുത്തത്. ദിലീപുമായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. വിചാരണാ ഘട്ടത്തിലായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ രോഗം മൂർച്ഛിച്ചത്. ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി. എന്നിട്ടും തളരാതെ ആ മനുഷ്യൻ യാത്ര തുടർന്നു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ വിധി കേൾക്കാൻ കാത്തുനിൽക്കാതെ ബാലചന്ദ്രകുമാർ യാത്രയായി. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ആരോപണം. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. മാങ്കൂട്ടത്ത് പരേതനായ പുഷ്കരൻ നാടാരുടെയും പങ്കജാക്ഷിയുടെയും മകനാണ്. ഭാര്യ ഷീബ, മക്കൾ പങ്കജ്, ആഷിഖ്. തൈക്കാട് ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ പോലീസിന് മൊഴി നൽകി. വിചാരണ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. വിചാരണ നടക്കുമ്പോൾ ഡയാലിസിസ് സമയം ക്രമീകരിച്ചാണ് ബാലചന്ദ്രകുമാർ കോടതിയിലെത്തിയത്. ആരോഗ്യം ശരീരത്തെ തളർത്തിയിട്ടും തോൽക്കാത്ത മനസ്സുമായി 49 ദിവസം വിചാരണയുടെ ഭാഗമായി. നടിയെ ആക്രമിച്ച കേസിൽ മരിക്കുന്നതുവരെ പോരാടും എന്നായിരുന്നു പ്രതികരണം. ബാലചന്ദ്രകുമാറിനെതിരെയും പീഡനാരോപണം ഇതിനിടെ ഉയർന്നു. പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. വ്യാജ മേൽവിലാസം നൽകിയ പരാതിക്കാരിയെ പിന്നീട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ആ പരാതിക്ക് പിന്നിൽ എതിരാളികളാണെന്ന് ബാലചന്ദ്രകുമാറിന് അറിയാമായിരുന്നു. എന്നാൽ തുടർ നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അസുഖം മൂർച്ഛിച്ചു. സത്യത്തിൽ നീതി ലഭിക്കാതെയാണ് അദ്ദേഹത്തിന്റെ മടക്കം. ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP എത്തിച്ചിരുന്നുവെന്നും ഇത് ദിലീപും സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ നടൻ ദിലീപ് ഗൂഢാലോചന നടത്തിയിരുന്നു എന്നതായിരുന്നു മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ. 2017 ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ വച്ചായിരുന്നു ഗൂഢാലോചന എന്നായിരുന്നു ആരോപണം.